സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 128/21. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന തസ്തികയിലേക്കായിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PSCയുടെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. ആദ്യത്തെ ചോദ്യം, രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആര്? രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് രണ്ടാമനാണ്. ജെയിംസ് രണ്ടാമൻ. ഒരു എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂറത്തിലായിരുന്നു. ഓപ്ഷൻ ഡി, സൂറത്ത്. ഡച്ചുകാരുടെ പ്രധാന കോളനിയായിരുന്ന രാജ്യം ഇതിലേതാണ്? ഇവിടെ തന്നിരിക്കുന്നു. കിഴക്കേ ആഫ്രിക്ക, പടിഞ്ഞാറേ ആഫ്രിക്ക, ഇന്തോനേഷ്യ, മലേഷ്യ. ഡച്ചുകാരുടെ പ്രധാന കോളനി ഏതായിരുന്നു? ഇന്തോനേഷ്യ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഇന്തോനേഷ്യ. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ കലാപം നയിച്ചത്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി. 2021 വേദി ദുബായ് ആയിരുന്നു. 2024 വേദി തായ്ലൻഡാണ്. തായ്ലൻഡ്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി തായ്ലൻഡാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ. ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നു കോണ്ടൂർ രേഖകൾ. ലോക്തക് തടാകം ഏത് സംസ്ഥാനത്താണ്? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാണ്? ലൂ ആണ്. ലൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയയാണ്. ജാറിയ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് ജാരിയ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയയാണ്. ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡാണ്. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത്? സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് ഇൻസ്പിരേഷൻ 4. ഇൻസ്പിരേഷൻ 4 എന്നതാണ്. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് ഇൻസ്പിരേഷൻ 4. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 പ്രസ്താവനകളാണ്. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. സുസ്ഥിര വികസനത്തിന് താപ വൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. ഇതിൽ ഏതാണ് തെറ്റായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപവും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിൽ രഹിത വളർച്ച
നിലനിൽക്കുന്നു? ഇന്ത്യയിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമുള്ള നിരീക്ഷണങ്ങൾ. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. പ്രത്യക്ഷ വിദേശ നിക്ഷേപവും വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപങ്ങളും വർദ്ധിച്ചു. ഔട്ട്സോഴ്സിംഗ് അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നു എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് നിയന്ത്രണം ഉണ്ട്. താഴ്ന്ന വരുമാനം. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ചോദിച്ചിരിക്കുന്നത് എന്താണ്? സംഘടിത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഗവൺമെന്റ് നിയന്ത്രണമുണ്ട്. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അടുത്തത് ശരിയായ ജോഡികൾ കണ്ടെത്തുവാനാണ് ഇവിടെ തന്നിരിക്കുന്നു. ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണം. ഹരിത വിപ്ലവം പഴം പച്ചക്കറി കൃഷി. ബ്രഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം. സുവർണ വിപ്ലവം വിപണന മെച്ചം. ശരിയായിട്ടുള്ള ജോഡികൾ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ ശരിയായിട്ടുള്ള ജോഡികളാണ്. ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണം, ബ്രഡ്ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം എന്നിവ ശരിയായിട്ടുള്ളവയാണ്. അടുത്ത ചോദ്യം, 2020-21 സാമ്പത്തിക സർവേ പ്രകാരം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എന്തായിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 11%. 2024-2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.5%. 6.5%. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് NA പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. ആമുഖത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? NA പൽക്കിവാല. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷനാണ് PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 32 ആണ്. അനുച്ഛേദം 32. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ്? ഏതാണ് നിർദ്ദേശക തത്വങ്ങൾ? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ആണ്. അയർലൻഡ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സുപ്രീം കോടതിയുടെ നിലവിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായി ആണ്. BR ഗവായി. BR ഗവായി എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായി. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം എവിടത്തെ? തിരുവിതാംകൂറിലെ കൃഷിക്കാരുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാട്ടം വിളംബരമാണ്. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന വിളംബരം. പാട്ടം വിളംബരം. അടുത്തത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ.
കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. കുട്ടികൾ എന്ന് പറയുമ്പോൾ വാത്സല്യ. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതി ദേവിയാണ്. പി സതി ദേവി. മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥി. പരിസ്ഥിതി സംഘടനയായ IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. IUCNന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസാണ്? SARS-CoV-2 ജനിതകപരമായിട്ട് RNA വൈറസാണ്. RNA. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധത്തിന് വേണ്ടിയാണ്? BCG വാക്സിൻ ക്ഷയരോഗ പ്രതിരോധമാണ്. ക്ഷയരോഗം. ഖര മാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരം. ഖര മാലിന്യ സംസ്കരണത്തിലെ മികവിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ശുചിത്വ പുരസ്കാരമാണ് നവ കേരള പുരസ്കാരം. അടുത്ത ചോദ്യം, ഒരു ബസ്സിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിച്ചിരിക്കുന്ന കോൺവെക്സ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ്. ഇതിന്റെ വക്രത ആരം നിർണയിക്കുക. വക്രത ആരം 1 മീറ്റർ ആണ്. ഓപ്ഷൻ എ. ധ്രുവ പ്രദേശത്തു നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം. എവിടെ നിന്നും? ധ്രുവ പ്രദേശത്തു നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം എന്തു ചെയ്യുന്നു? കുറയുന്നു. ഓപ്ഷൻ ബി, കുറയുന്നു. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം സമത്വരണം. ഓപ്ഷൻ സി, സമത്വരണം. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏത്? അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഹീലിയമാണ്. ഓപ്ഷൻ എ, ഹീലിയം. ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏത്? ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ. 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏത്? 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായിട്ട് ഉപയോഗിച്ച മൂലകം ക്ലോറിൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ക്ലോറിൻ. ഗ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി ആരാണ്? ഗ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തി അമീർ ഖുസ്രോയാണ്. അമീർ ഖുസ്രോ. കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്. കായിക രംഗത്തെ മികച്ച പ്രകടനത്തിന് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? ഗോവിന്ദൻകുട്ടി. ഓപ്ഷൻ ഡി ആണ്, അസുരവിത്ത് എന്ന കൃതിയാണ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം MT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടതാണ്? അസുരവിത്ത്. അസുരവിത്ത് ആരുടെ കൃതിയാണ്? MT വാസുദേവന്റെ കൃതിയാണ്. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത് വെള്ളായണി കായലിലാണ്. ഓപ്ഷൻ എ, വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി നടക്കുന്നത്. ടോക്കിയോ പാരാലിമ്പിക്സിൽ 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത അവനി ലേഖര. അവനി ലേഖര. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര്? 2020 പോൾ സക്കറിയയാണ്. പോൾ സക്കറിയ.
2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? NS മാധവനാണ്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അടുത്ത ചോദ്യം, മാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം MAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മോസില്ല ഫയർഫോക്സ് എന്തിനു ഉദാഹരണമാണ്? മോസില്ല ഫയർഫോക്സ് ബ്രൗസറാണ്. ബ്രൗസർ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായി ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിലേതാണ്? ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യങ്ങൾക്കായിട്ട് ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റമാണ് IRNSS. IRNSS. താഴെ പറയുന്നവയിൽ വളറ്റൈൽ മെമ്മറി ഏതാണ്? വളറ്റൈൽ മെമ്മറി ഏതാണ്? RAM ആണ്. RAM. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുവാനുള്ള കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത് ആര്? ഇതിൽ തന്നിരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. അംഗം അല്ലാത്തത് ആരെ എന്നാണ് ചോദ്യം. ഓപ്ഷൻ C ആണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതല അല്ലാത്തത് ഏത്? ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെയും NGOകളുടെയും സേവനങ്ങൾ ഏകോപിപ്പിക്കുക, സങ്കടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക, മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക, ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. ഓപ്ഷൻ A ആണ് ചുമതല അല്ലാത്തത്. അടുത്ത ചോദ്യം, ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം അതാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, അതിൽ ഏത് ആദ്യം വരുന്നു അത്. അടുത്ത ചോദ്യം, നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്തുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ A ആണ് 2 വർഷം വരെ ജയിൽവാസവും 10 ലക്ഷം രൂപ പിഴയും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ D ആണ് ഉത്തരം. 1, 3, 4 എന്നിവയാണ്. പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും ഉറപ്പുവരുത്തുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക, ലിംഗാധിഷ്ഠിത ഗർഭചിത്രം തടയുക. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ചോദ്യങ്ങൾ. ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. ചെയ്തു നോക്കിയിട്ട് ഉത്തരം ശരിയാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ C ആണ് 140. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ C ആണ് 40. 53ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ് 6:30 AM. 54ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ് 51. 55ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ A 56. 56ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ് 215. 57ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ് 130. 58ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ C. 59ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ B ആണ് ഉത്തരം 49. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. 10 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എവറി ബോയ് ആൻഡ് എവറി ഗേൾ ഡാഷ് ഗിവൺ എ ബ്രാക്കറ്റ് ഓഫ് ചോക്ലേറ്റ്സ്. Option A was. Every boy and every girl was given a packet of chocolates. അടുത്ത ചോദ്യം, fill in with appropriate articles. Dash banyan is a kind of fig tree. Option B. The banyan is a kind of fig tree.
Report the given sentence and choose the correct option. He said to me, please help me. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. He requested me to help him. Choose the passive form of the given sentence. I know him. ഉത്തരം ഓപ്ഷൻ ബി. He is known to me. Choose the appropriate question tag. I am working hard. Option B. Aren't I? Choose the correctly spelled word. Option C ആണ് ഉത്തരം. PRONUNCIATION. Pronunciation. Choose one word substitute for a person who undergoes training in any trade or occupation. Option C. An apprentice. Find the appropriate meaning of the underlined idiom. We are planning a surprise party for our son. Be careful not to let the cat out of the bag. Underline ചെയ്തിരിക്കുന്നത് let the cat out of the bag. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. Reveal a secret by mistake. Choose the word which suits best. I ordered pineapple pudding for dash after my dinner. Dessert. Find the word opposite in meaning to. Loquacious എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. Reticent. Loquacious meaning വരുന്നത് someone who is talkative, means who talk a lot. And reticent meaning വരുന്നത് quiet, someone who is quiet. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. 10 ചോദ്യങ്ങൾ. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം ഏത്? തന്നിരിക്കുന്നു അമലം, വിമലം, കമലം, നിർമ്മലം. ഉത്തരം ഓപ്ഷൻ സി കമലം. ദർശകൻ സ്ത്രീലിംഗ പദം. ദർശകൻ. ഓപ്ഷൻ സി ദർശകം. പുറമെ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ്? ഓപ്ഷൻ ബി കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. വചനതലത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പദം കണ്ടെത്തുക. തന്നിരിക്കുന്നു വാദ്യാർ, വൈദ്യർ, സ്വാമികൾ, കുട്ടികൾ. ഓപ്ഷൻ ഡി കുട്ടികൾ. നിരീശ്വരൻ പിരിച്ചെഴുതുക. നിരീശ്വരൻ. നീ പ്ലസ് ഈശ്വരൻ. ആ പ്ലസ് അൾ ചേർത്തെഴുതുക. ആ പ്ലസ് അൾ അവൾ. ഭൂമി എന്നർത്ഥം വരാത്ത പദം. ഭൂമി എന്നർത്ഥം വരാത്തത്. ഓപ്ഷൻ എ ആണ് പബ്ബൂസ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. കുടിക്കാൻ ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ ബി ആണ് പിപാസു. ആകർഷണം വിപരീത പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് വികർഷണം. ഇനി വരുന്ന 20 ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ളതാണ്. നിലവിലെ സിലബസ് അനുസരിച്ച് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.